കാട് വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവിനോട് ഒരു രാഷ്ട്രീയ ചോദ്യം പോലും ചോദിക്കാതെ പോയാലും അത് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടിക്കില്ല, കുഴപ്പിക്കുന്ന ചോദ്യങ്ങളല്ല. പക്ഷേ എനിക്ക് അറിയേണ്ടത് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ഉത്തരേന്ത്യയിൽ വളരെ ശക്തമാണ്. ദേശീയ മാധ്യമങ്ങൾ പോലും ആ നിലയിലേക്ക് വാർത്തകൾ കൊടുത്തു തുടങ്ങുന്നു. ഇപ്പോൾ BJPയുടെ വാർത്തകൾ ആദ്യ പേജുകളിൽ നിന്ന് പിൻവലിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവോടുകൂടി ഒരു പുതിയ ഉണർവുണ്ടാവുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും ലീഗ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കക്ഷിയായിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മന്ത്രിസഭയിൽ നമ്മുടെ പ്രതിനിധിയും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം കഴിഞ്ഞ UPA ഗവൺമെൻറ്റിലൊക്കെ നമുക്ക് അതിൻ്റെതായുള്ള പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. മന്ത്രിസഭ വരികയാണെങ്കിൽ ഇത്തവണയും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ലീഗ്, അതായത് ഇപ്പം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ 20 സീറ്റ് കേരളത്തിൽ നിന്നാണ് ഉണ്ടാവുക. ഉറപ്പാണ്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഒരു കടുത്ത മത്സരം ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് റിസൾട്ടിന് ശേഷം നമുക്ക് മത്സരം ഉണ്ടായിട്ടില്ലേ? പൊതുവേ ഉണ്ട് മത്സരം ഉണ്ടായിട്ട്. കേരളത്തിൽ ഇടതുപക്ഷവും UDF-ഉം LDF-ഉം നല്ല മത്സരമായിരുന്നു. അതിൽ UDF വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത്. 20 സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടും. തമിഴ്നാട്ടിൽ പറഞ്ഞതല്ല, ആ 20 സീറ്റുകളിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തം വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതെ, ആ 2 സീറ്റുകളിലും ഉറപ്പായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുമ്പോൾ ഒരു വലിയ സ്റ്റേക്ക് ഉണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊരു സീറ്റുണ്ട്. തമിഴ്നാട് സീറ്റുണ്ട്, രാമനാഥപുരമാണ്. അതെ. അപ്പോൾ മൊത്തം 3 സീറ്റുകൾ വരും. രാമനാഥപുരത്തെ കാര്യങ്ങൾ അവിടെ നല്ല അനുകൂലമാണ്, പ്രതീക്ഷയാണ്. അവിടെ DMK മുന്നണിയിലാണല്ലോ, അധികാരത്തിൽ വരുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം. പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. കാരണം അതൊരു സമതുലിതാവസ്ഥ നിലനിർത്താനും മുസ്ലിം ലീഗിന്റെ മതേതരത്വവും മുസ്ലിം ലീഗിന്റെ സൗഹാർദ്ദവും ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ് അവരെല്ലാവരും, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അതിൻ്റേതായിട്ടുള്ള ഒരു പരിഗണന അവരിൽ നിന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രതിനിധി അഷ്കർ സാദിഖലി തങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ പറയുന്ന ചോദ്യങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ സൗഹൃദമായ സന്ദർശനമായിരിക്കും ഉറപ്പ് നൽകിയതുകൊണ്ട് ഞാൻ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല.